പൊതുമരാമത്ത് വകുപ്പ് PK ബഷീറിന് നൽകാൻ മുസ്ലിം ലീഗ് തീരുമാനം. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. വി അബ്ദുൽ ഗഫൂർ അവകാശവാദം ഉന്നയിച്ചിരുന്നെങ്കിലും PK ബഷീറിന് നൽകാനാണ് അന്തിമ തീരുമാനം. അതേസമയം അബ്ദുൽ ഗഫൂറിന്റെ വകുപ്പിൽ തീരുമാനമായില്ല. ഫിഷറീസ് വകുപ്പ് ലീഗിന് നൽകുന്നതിൽ തീരുമാനമാകാത്തതാണ് നിലവിൽ കാരണം. VS രഞ്ജിത്തുടെ കൂടുതൽ വിവരങ്ങളുമായി. VS രഞ്ജിത്ത്, ഒടുവിൽ PK ബഷീറിന് പൊതുമരാമത്ത് വകുപ്പ് തന്നെ നൽകാൻ ധാരണയായി എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വി അബ്ദുൽ ഗഫൂറും പൊതുമരാമത്ത് വകുപ്പിനായി അവകാശവാദം ഉന്നയിച്ചിരുന്നു. എന്നാൽ PK ബഷീറിന് കൊടുക്കാനാണോ ഇപ്പോൾ തത്വത്തിൽ തീരുമാനമായിരിക്കുന്നത്? അപ്പോൾ അബ്ദുൽ ഗഫൂറിന്റെ വകുപ്പിൽ തീരുമാനമായില്ലേ? ഡോക്ടർ, ഇനി അബ്ദുൽ ഗഫൂറിന്റെ വകുപ്പിൽ കൂടി മാത്രമാണ് തീരുമാനമാവാനുള്ളത്. ലീഗിന്റെ 5 മന്ത്രിമാരിൽ 4 പേരുടെയും വകുപ്പുകളിൽ ഏകദേശ ധാരണയായിരിക്കുന്നു. അതിലേറ്റവും ഒടുവിൽ പൊതുമരാമത്ത് വകുപ്പ് PK ബഷീറിന് തന്നെ കിട്ടും. അദ്ദേഹത്തിന്റെ ആഗ്രഹം, അദ്ദേഹം താല്പര്യം പ്രകടിപ്പിച്ച പ്രകാരം തന്നെ പൊതുമരാമത്ത് വകുപ്പ് PK ബഷീറിന് എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. ഇനിയിപ്പോൾ 5ാമത്തെ മന്ത്രിയായിട്ടുള്ള VE അബ്ദുൽ ഗഫൂറിന്റെ വകുപ്പിലാണ് തീരുമാനമാവാനുള്ളത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കോൺഗ്രസിന് വിട്ടുകൊടുക്കുമ്പോൾ പകരം ഫിഷറീസ് ലീഗ് ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ ലീഗ് ആവശ്യപ്പെട്ട പ്രകാരം ഫിഷറീസ് വിട്ടുകിട്ടുകയാണെങ്കിൽ അത് അബ്ദുൽ ഗഫൂറിന് കിട്ടാനുള്ള സാധ്യതയാണ്. അതല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പാണ് ഇപ്പോൾ ലീഗിന്റെ കൈവശമുള്ളത്. അത് തിരിച്ചു കിട്ടുകയാണെങ്കിൽ ഒരുപക്ഷെ അബ്ദുൽ ഗഫൂറിന് ആ വകുപ്പ് കിട്ടിയേക്കാം. അതല്ലെങ്കിൽ അത് വിദ്യാഭ്യാസ വകുപ്പിനോടൊപ്പം ചേർത്ത് വെക്കാനുള്ള സാധ്യതയാണുള്ളത്. മറ്റ് വകുപ്പുകൾ, ഇപ്പോൾ ന്യൂനപക്ഷ ക്ഷേമം, വഖഫ്, ഹജ്ജ്, നഗരാസൂത്രണം പോലുള്ള വകുപ്പുകൾ ലീഗിന്റെ കൈവശമുണ്ട്. ഈ വകുപ്പുകൾ വളരെ താരതമ്യേന കുറഞ്ഞ പോർട്ട്ഫോളിയോ ഉള്ള വകുപ്പുകളാണ്. അപ്പോൾ അത്തരം വകുപ്പുകളായിരിക്കുമോ അബ്ദുൽ ഗഫൂറിന് കിട്ടുക, അല്ല ഫിഷറീസ് തന്നെ കിട്ടുമോ? ഇനി അതല്ല ഫിഷറീസ് അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് വിട്ടുകൊടുക്കുന്നില്ലെങ്കിൽ അത് അബ്ദുൽ ഗഫൂറിന് കിട്ടുമോ തുടങ്ങിയ കാര്യങ്ങളിലാണ് ഇപ്പോൾ അനിശ്ചിതത്വമായി പറയാനുള്ളത്. പൊതുമരാമത്ത് വകുപ്പ് PK ബഷീറിന് കൊടുക്കാൻ തത്വത്തിൽ ധാരണയായിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. VS രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്.